ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീക്ക് കൊണ്ട് നമ്മുടെ ദർസ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. ദീൻ പഠിക്കുന്നവർ എന്ന നിലക്ക് തീർച്ചയായും എന്തിന് ഞാൻ ദീൻ പഠിക്കണം, ദീൻ പഠിച്ചാലുള്ള നേട്ടം എന്താണ്, എനിക്ക് അതുകൊണ്ട് എന്താണ് ലഭിക്കാനുള്ളത് എന്ന ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ദീൻ പഠിക്കുന്തോറും മനസ്സിലാക്കുന്തോറും എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ദീൻ പഠിച്ചാലുള്ള 10 നേട്ടങ്ങൾ അല്ലെങ്കിൽ ദീൻ പഠിക്കുന്നതിൻ്റെ 10 മഹത്വങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത്. റെഡിയായ ആളുകൾ ആർന്ന് ടൈപ്പ് ചെയ്യാം. ദീൻ പഠിച്ചാലുള്ള ഒന്നാമത്തെ നേട്ടം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാകുമെന്നതാണ്. എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുക? നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് സ്വർഗം കിട്ടണം. ഈ ജീവിതത്തിലെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞ് കണ്ണടച്ച് മരണപ്പെടുമ്പോൾ കൂടെ ആരും ഉണ്ടാവില്ല. ആ യാത്രയിൽ നാളെ പരലോകത്ത് കണ്ണു തുറക്കുന്ന സമയത്ത് സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക്, സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കണം. അതിനുള്ള എളുപ്പ വഴിയാണ്, എളുപ്പ മാർഗമാണ് യഥാർത്ഥത്തിൽ ഈയൊരു ദീൻ പഠിക്കുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചു, യൽതമിസു ഫീഹി ഇൽമ, എന്താണ് ആ വഴിയുടെ പ്രത്യേകത? ഇൽമ് അന്വേഷിച്ചുകൊണ്ടാണ്, അറിവ് തേടിക്കൊണ്ടാണ് ആ വഴിയിൽ പ്രവേശിച്ചത്. നമ്മളിപ്പോൾ ദർസിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഓണാക്കി പുസ്തകമെടുത്ത് പേനയെടുത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ദീനിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇൻഷാ അല്ലാഹ് ഇതിലൂടെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം. ഓക്കെ, ഒന്ന് ക്ലിയർ ആണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തത്, മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുന്നുള്ളതാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടികളാണ് മലക്കുകൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ തന്നെ നേരിൽ കണ്ടത് 600 ചിറകുകൾ വിടർത്തി ആകാശം മുട്ടി നിൽക്കുന്ന രീതിയിൽ എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ വോയിസ് കട്ടായിട്ടുണ്ടോ? കട്ടായിട്ടുണ്ടെങ്കിൽ പറയണേ. റെഡിയാണല്ലോ അല്ലേ? ഇല്ല, ഓക്കെ. മലക്കുകൾ ചിറകുള്ളവരാണ്, ചിറകുള്ള സൃഷ്ടികളാണ്. അതാണ് ഖുർആൻ ഉലി അജ്നിഹ എന്നൊക്കെ പരിചയപ്പെടുത്തിയത്. അവർ ചിറകുള്ളവരാണ്. അപ്പോൾ മലക്കുകൾ എന്ത് ചെയ്യും? ദീൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചിറകുകൾ താഴ്ത്തി കൊടുക്കും. അതിനോടുള്ള ഇഷ്ടം കൊണ്ട്, അത് തൃപ്തിപ്പെട്ടത് കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നോക്കൂ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. മാമിൻ ഖാരിജിൻ ഖറജ മിൻ ബൈതിഹി ഫീ ത്വലബിൽ ഇൽം. വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ല, നമുക്കറിയാം. ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി എവിടെയാണോ പണ്ഡിതന്മാരുള്ളത് അവിടേക്ക് കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന, നമ്മുടെ ഇന്നത്തെ പോലെ വാഹനങ്ങളില്ല, ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ കാൽനടയായോ യാത്ര ചെയ്ത് മാസങ്ങളോളം സഞ്ചരിച്ച് ദീൻ പഠിക്കാൻ സലഫുകൾ കാണിച്ചിരുന്ന ആ ഒരു താല്പര്യം, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഹദീസുകളിൽ ഇങ്ങനെ പറയുന്നത്. അതിനർത്ഥം നമ്മൾ വീട്ടിലിരുന്ന് ദീൻ പഠിക്കുമ്പോൾ നമ്മൾ ഇതിൽ പെടൂല എന്നല്ല, മറിച്ച് പൊതുവായ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ദീൻ പഠിക്കുന്നവർ ആരാണെങ്കിലും ഈ ഒരു മഹത്വം ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കും. മാമിൻ ഖാരിജിൻ ഖറജ മിൻ ബൈതിഹി ഫീ ത്വലബിൽ ഇൽമി ഇല്ലാ വലഅതു ലഹുൽ മലായിക അജ്നിഹതഹാ റിളം ബിമാ യസ്ന. മലക്കുകൾ എന്തു വെക്കും? അവരുടെ അജ്നിഹത്ത്, അവരുടെ ചിറകുകൾ, വലഅത് അവർ വെക്കുന്നതാണ്, താഴ്ത്തി കൊടുക്കുന്നതാണ്. റിളൻ തൃപ്തിപ്പെട്ടുകൊണ്ട്, ബിമാ യസ്ന ഈ ദീൻ പഠിക്കുക എന്ന, ദീൻ മനസ്സിലാക്കുക എന്ന, ദീൻ പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യുക എന്ന ഈ ഒരു അധ്വാനം ഉണ്ടല്ലോ, ആ ദീനി പഠനത്തിൻ്റെ ആ മഹത്വം ഇഷ്ടപ്പെട്ടുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കി എത്ര വലിയ ദറജയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളത് കാണുന്നില്ല, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചിറകുകൾ താഴ്ത്തി മലക്കുകൾ സന്നിഹിതരാണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് നമ്മളോട് പറയണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മളത് കാണുന്നില്ലെങ്കിലും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം നമ്മൾ മുഅ്മിനീങ്ങളാണ്, കാരണം നമ്മൾ വിശ്വാസികളാണ്. നമ്മളെ ആദരിക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ദീനിന്റെ പഠനത്തെ, ഖുർആനിനെ, ഹദീസിനെ വളരെ ഗൗരവത്തിൽ കാണുന്ന അള്ളാഹുവിൻ്റെ മലക്കുകൾ. അപ്പൊ ഈ ഒരു മഹത്വം ബി തൗഫീഖില്ലാഹ് ഇൻഷാ അള്ളാഹ് നമുക്ക് ലഭിക്കുകയാണ്. അതാണ് രണ്ടാമത്തത്. 2 ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ചെയ്യാം. മൂന്നാമത്തത്, മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. മൂന്നാമത്തത് അള്ളാഹു നന്മ ഉദ്ദേശിച്ചതിൻ്റെ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചതിൻ്റെ അടയാളമാണ് ഒരാൾക്ക് ദീൻ പഠിക്കാനുള്ള തൗഫീക്ക് കിട്ടുക എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട സംഗതിയാണ്. പലപ്പോഴും ജീവിതത്തിലെ കുറച്ച് പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും,
പടച്ചോൻ എന്താ എന്നെ ഇഷ്ടമല്ല തോന്നുന്നുണ്ട്, എന്താ പടച്ചോൻ എനിക്ക് പ്രയാസങ്ങൾ തരുന്നത്, എനിക്ക് ബുദ്ധിമുട്ട് തരുന്നത്. ജീവിതത്തിൽ സമ്പത്തും ഭൗതികമായ സുഖസൗകര്യങ്ങളും അത് ഒരുപാട് വർദ്ധിക്കലാണ്. അതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെയും അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെയും മാനദണ്ഡമെന്ന്, അതുമാത്രമാണ് മാനദണ്ഡമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഭൗതികമായ സുഖസൗകര്യങ്ങളാണ് എങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സൗകര്യമാണ് ജീവിതത്തിൽ അവിടുന്ന് അനുഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ ഓരോ ഏടുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇപ്പോൾ സ്വർഗത്തിലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചതിൻ്റെ അടയാളം എന്താ? അത് പറയേണ്ടതാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി ലഭിക്കുന്ന പ്രവാചകനല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ നിങ്ങൾ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരാളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, ഒരാളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? യുഫഖിഹു ഫിദ്ദീൻ, ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ അയാൾക്ക് കൊടുക്കും. ദീൻ കൂടുതൽ പഠിക്കാൻ, ദീനിൽ അവഗാഹം നേടാൻ അയാൾക്ക് തൗഫീക്ക് കൊടുക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ ദർസിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് 52 ആളുകൾ ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ ലക്ഷ്യം അതാണ്. ദീനിൻ്റെ പാഠങ്ങൾ എല്ലാവരും പഠിക്കണം. നമ്മൾ കാരണം ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമാകണം. ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാകണം, ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. പ്രഭു തൗഫീക്ക് നൽകട്ടെ. നന്മ ഉദ്ദേശിച്ചതിൻ്റെ അടയാളമാണ്, അഥവാ അള്ളാഹു നമ്മളെ കൊണ്ടുവരികയാണ്. എങ്ങനെ? നമ്മുടെ മനസ്സിൽ ശരിക്ക് ആലോചിക്കണം. നമ്മൾ ലോകത്ത് കോടാനുകോടി മനുഷ്യരുണ്ട്. ആ കോടാനുകോടി മനുഷ്യരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇസ്ലാം കൊടുത്തിട്ടില്ല. എല്ലാവരും മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങളായവരിൽ തന്നെ ദീൻ പഠിക്കാനും പകർത്താനും പകർന്നു കൊടുക്കാനുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ വിദേശ നാടുകളിലൊക്കെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഈ സമയത്ത് ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുകയോ അതുമല്ല എങ്കിൽ ഒരു ഉപകാരവുമില്ല അത്തരത്തിലുള്ള വീഡിയോ ഷോർട്സും റീൽസും കണ്ട് ജീവിതത്തിലെ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ആ വിഭാഗത്തിൽ ഒന്നും നമ്മളെ ഉൾപ്പെടുത്താതെ ഈ സമയം ദീൻ പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാക്കി എന്നുള്ളത്, ഒരു നോട്ട്ബുക്ക് എടുത്ത് ഒരു പേനയെടുത്ത് നമ്മൾ ഇതിലെ ഓരോ അക്ഷരങ്ങളും എഴുതി തുടങ്ങുമ്പോൾ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മൾ പറയണം അൽഹംദുലില്ലാ. റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്. റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ കഴിയുന്നത്. റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ടാണ് ദീൻ പഠിക്കാനുള്ള താല്പര്യം എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളത്. അല്ലേ? കുറേ ആളുകൾക്ക് താല്പര്യമില്ല. സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളില്ലേ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 1000 അവസരങ്ങൾ. എവിടെയും പോകണ്ട. അപ്പൊ നമ്മൾ എവിടെയും പോണില്ല. ഓട്ടോ പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വാഹനം അതിൽ കയറി നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിലിരുന്ന് നമുക്ക് പഠിക്കാനുള്ള അവസരം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ ദീനി പഠനത്തോടുള്ള താല്പര്യം അള്ളാഹു നമ്മൾ നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് അള്ളാഹു നമ്മെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചതിൻ്റെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഖൈറിനെ കൊണ്ടുവരാനുള്ള അടയാളമാണ്. റബ്ബു സുബ്ഹാനഹു വ തആല ഖൈറാണ് അതിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്.
നാലാമത്തത്, നമുക്ക് ഉയർന്ന സ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. ദീൻ പഠിക്കുമ്പോൾ, ദീൻ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദുനിയാവിലും സ്ഥാനം കിട്ടും, പരലോകത്തും സ്ഥാനം കിട്ടും. സ്ഥാനം കിട്ടാൻ, ദുനിയാവിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളാരും ദീന് പഠിക്കുന്നത്. അതാകരുത് നമ്മുടെ ഉദ്ദേശവും. അള്ളാന്റെ വജ്ഹ് മാത്രം. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ, എന്നെ തൊട്ട് ജഹലിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ തൊട്ട് അജ്ഞതയെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ റബ്ബ് എന്താ എന്നോട് പറഞ്ഞത്, ഞാൻ എന്തൊക്കെ വിശ്വസിക്കണം, ഞാൻ എന്തൊക്കെ വിശ്വസിക്കാൻ പാടില്ല, ഞാൻ എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്, ഇബാദത്തുകൾ എങ്ങനെ ഞാൻ ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ദീൻ പഠിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇബാദത്ത് നിർവഹിക്കലാണ്. എങ്ങനെയാണ് നിർവഹിക്കുക? അത് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാകണം. അത് ആരെങ്കിലും പറഞ്ഞു തരുന്ന വാചകങ്ങളുടെ അടിസ്ഥാനത്തിലാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച ദീനിന്റെ അടിസ്ഥാനത്തിലാകണം. അങ്ങനെ നമ്മൾ ദീൻ പഠിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഇഖ്ലാസോടെ, ആ തൃപ്തിയോടെ നമ്മൾ ദീൻ പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇഹലോകത്തും പരലോകത്തും സ്ഥാനങ്ങൾ നൽകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹു ഉയർത്തുന്നതാണ്. ആരെ? വിശ്വാസികളെ, നിങ്ങളിൽ വിശ്വാസികളെ. വിശ്വാസികളെ മാത്രമല്ല, ഊതുൽ ഇൽമ ദറജാത്ത്, ഇൽമുള്ളവരെ, അറിവുള്ളവരെ. അള്ളാന്റെ ഖുർആനിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എത്രത്തോളം അറിവുണ്ടോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് വരാനുള്ള സ്ഥാനങ്ങൾ ഇഹലോകത്തും പരലോകത്തും കിട്ടും. അതുകൊണ്ടാണ് ഒരു ഇമാമ നിൽക്കുന്ന സമയത്ത് വരെ നോക്കെന്താ, അവിടെ ഖുർആൻ കൂടുതൽ അറിയുന്നവരാരാണ്? അപ്പൊ രണ്ടുപേർക്കും ഒരേപോലെ ഖുർആൻ അറിയുമെങ്കിൽ ഹദീസ് കൂടുതൽ അറിയുന്നവരാരാണ്? സുന്നത്ത് കൂടുതൽ അറിയുന്നവരാണ്. അവിടൊക്കെ പരിഗണിക്കുന്നതാണ്. യുദ്ധത്തിൽ മറമാടപ്പെട്ട, കൊല ചെയ്യപ്പെട്ട സഹാബികളെ അവരെ മറമാടുമ്പോൾ വരെ ഖുർആൻ കൂടുതൽ അറിയുന്നവർക്ക് മുൻഗണന കൊടുത്തിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും. അല്ലേ? ദീൻ പഠിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഭൗതികമായിട്ട് ഒരുപാട് വലിയ സ്ഥാനങ്ങളുള്ള ആളുകൾ വരെ ദീൻ പഠിക്കുന്ന ആളുകളുടെ അടിയിൽ വരും. അവരോട് സംശയങ്ങൾ ചോദിക്കും, അവരെ ബഹുമാനത്തോടുകൂടെ കാണും, സമൂഹത്തിൽ അവർക്ക് സ്ഥാനങ്ങൾ നൽകപ്പെടും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന തൗഫീഖാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ ഓൺലൈൻ കോഴ്സുകളിൽ പഠിക്കുന്നു, അതല്ലെങ്കിൽ നമ്മൾ അറബി കോളേജുകളിൽ പഠിക്കുന്നു, അതുമല്ല എങ്കിൽ ദീൻ പഠിക്കാനുള്ള നിലവിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നു. എത്രത്തോളം നമ്മൾ ദീൻ പഠിക്കുന്നു അത്രത്തോളം നമ്മൾ ഒരു ഫംഗ്ഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോടായിരിക്കും ആ വിഷയം ചോദിക്കുക. അല്ലേ? അങ്ങനെ അനുഭവമുള്ള ആളുകൾ ജസ്റ്റ് എഫ് എന്ന് ടൈപ്പ് ചെയ്യുക, ഫീൽ ചെയ്ത ആളുകൾ എഫ് എന്ന് ടൈപ്പ് ചെയ്യുക. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ഒരു തൗഫീഖാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന തൗഫീഖാണ്. അല്ലേ? കുറേ ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഇതൊക്കെ അള്ളാഹ് കൊടുക്കുന്ന, ദുനിയാവിൽ തന്നെ നമുക്ക് നൽകുന്ന സ്ഥാനമാണ്. ഇനി പരലോകത്തോ? അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നമുക്ക് സ്ഥാനങ്ങൾ ഏറ്റി ഏറ്റി നൽകും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് നാലാമത്തത്. 4 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യാം.
അഞ്ചാമത്തത് അള്ളാനെ ഭയപ്പെടാൻ സാധിക്കും. ഇത് പടച്ചോനെ ശരിക്കണ്ട് ഒരു ഖുശൂ കിട്ടണില്ല, ജീവിതത്തിൽ ഒരു ഭക്തി കിട്ടുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഒരു ഭയം മനസ്സിൽ വരുന്നില്ല. പലപ്പോഴും തെറ്റുകൾ ചെയ്തു പോകുന്നു, അല്ലേ? ഈമാൻ കുറഞ്ഞു പോകുന്നു. നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന ആശങ്കകളാണ്. എന്താ അതിനുള്ള പരിഹാരം? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഫാത്തിറിലൂടെ അള്ളാഹ് പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാന്റെ അടിയാറുകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഒരു വിഭാഗം മാത്രമാണ്. ഇന്നമ എന്ന അറബിയിൽ പറഞ്ഞാൽ ഹസ്റിനാണ് പറയാ, ഒരു വിഭാഗത്തെ മാത്രം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നമ പ്രയോഗിക്കുക. അള്ളാനെ ഭയപ്പെടുന്നവരാര് മാത്രം? അൽ ഉലമാ, ഇൽമുള്ള ആളുകളാണ്, അറിവുള്ളവരാണ്. എങ്ങനെ? എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നോ, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുവോ, തീർച്ചയായും അത്രത്തോളം നമ്മുടെ ഖശിയത്ത്, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, ഭയം നമ്മിൽ വർദ്ധിക്കും. ഭയം കുറയാനുള്ള കാരണം എന്താ? ദീനിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കുന്നില്ല, ദീൻ നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല. ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും, റഹ്മാനായ റബ്ബിനെ കുറിച്ച് പോലും, അഫ്ദലുൽ ഇൽം, ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമായ റബ്ബിനെ കുറിച്ച് പോലും അറിയാതെയാണ് നമ്മുടെ ആയുസ് തീർന്നു പോകുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വരും, നമ്മുടെ ക്ലാസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകൾ വരും. അള്ളാഹ് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ദീൻ പഠിക്കുക എന്നുള്ളത് ഇൽമിന്റെ അടിസ്ഥാനം തന്നെ. അസ്സുലുൽ ഇൽമി, പണ്ഡിതന്മാർ പറയുന്നത് അസ്സുലുൽ ഇൽമി, അറിവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖശിയത്തുല്ലാഹ്, അള്ളാഹിനെ ഭയപ്പെടലാണ്. ദീൻ പഠിക്കുന്നതിലൂടെ, അറിവ് നേടുന്നതിലൂടെ അതിന്റെ റിസൾട്ട് എന്താണ് വേണ്ടത്? അള്ളാഹിനെ ഭയപ്പെടലാണ്, ഭക്തിയുള്ള ജീവിതമാണ്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അതാണ് അഞ്ചാമത്തത്. ആറാമത്തത്, അറിവ് തേടി പുറപ്പെടുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, മലക്കുകൾ അവർക്ക് എന്ത് ചെയ്യും? റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും, അല്ലേ? ഇവിടെ പറഞ്ഞത് അള്ളാന്റെ മാർഗത്തിലാണ്. നമ്മളിപ്പോൾ ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയമാണ് നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്? ആ സമയം അത്രയും നമ്മൾ എവിടെയാണ്? നമ്മൾ അള്ളാന്റെ മാർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽമി, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ പുറപ്പെടുകയാണ് എങ്കിൽ, ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജി, അവൻ മടങ്ങി വരുന്നത് വരെ അള്ളാന്റെ മാർഗത്തിലാണ്. നമ്മൾ പഠനം തുടങ്ങി, നമ്മൾ ഇതിന്റെ പാർട്ടായി, ഇതിന്റെ ഭാഗമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമത്രയും, ഇത് കഴിയുന്നത് വരെ നമ്മൾ എവിടെയാണ്? ഫഹുവ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലാണ്. ഇത് നമുക്ക് എന്തില്ല, വേസ്റ്റ് ആകണില്ല. ഈ സമയം നമുക്ക് വേസ്റ്റ് ആകണില്ല. നാളെ പരലോകത്ത് നമ്മുടെ ആയുസ് മുഴുവൻ നമുക്ക് കാണിക്കപ്പെടുന്ന ദിവസമാണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാണി. ഓരോ ദിവസവും ഒരു സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് പോലെ വവജദു മഅമിലു ഹാളിറ, എല്ലാതും കാണും. മനുഷ്യനെ എല്ലാതും അള്ളാഹു കാണിച്ചു കൊടുക്കും. അവന്റെ ജീവിതം A to Z അള്ളാഹ് കാണിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് പ്രതീക്ഷ നൽകുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന ഇതുപോലെ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിങ്ങനെ പഠിക്കുന്ന ആ ഒരു സന്ദർഭം അതിങ്ങനെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുമ്പോൾ, പടച്ചോനെ അതിൻ്റെ സമയമൊന്നും കൂടിയിരുന്നുവെങ്കിൽ, നന്മ ചെയ്യുന്ന നല്ല കാഴ്ചകൾ, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ
വിശുദ്ധ ഖുർആനിന്റെ പാരായണം, നമസ്കാരം, ഏത് ഇബാദത്താകട്ടെ, അത് കാണുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാകുക. ദീൻ പഠിക്കുന്നത് കാണുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാകുക. കാരണം അതെല്ലാം ഫഹുവ ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ, ദീൻ പഠിക്കുന്നതിൽ നിന്ന് തെറ്റിക്കപ്പെടുന്ന എന്ത് സാഹചര്യങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനും അതിൽ നിന്ന് മാറി നിൽക്കൂല. നമുക്ക് തീരുമാനിക്കാൻ പറ്റണം, എൻ്റെ ക്ലാസ് ഞാൻ മിസ്സാക്കൂല, ഞാൻ ഖുർആൻ പഠിക്കുകയാണ്, ഞാൻ ഹദീസ് പഠിക്കുകയാണ്, ഞാൻ അള്ളാന്റെ ദീൻ പഠിക്കുകയാണ്. ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്താൻ, എന്നെ മാറ്റി കൊണ്ടുപോകാൻ, പിന്തിരിപ്പിക്കാൻ 1000 കുതന്ത്രങ്ങളുമായി ശൈത്താൻ വരും. ഞാൻ അതിലുണ്ടാവില്ല, ഞാൻ അതിൽ നിൽക്കൂല. ഭൗതികമായ കാര്യങ്ങൾ വരെ ഞാൻ മാറ്റിവെക്കും. ഈ ഉറച്ച തീരുമാനമാകണം നമ്മുടെ മനസ്സിൽ. ഇതിൽ ഓരോ മഹത്വം മനസ്സിൽ കയറുമ്പോഴും അത് റിസൾട്ടായി മാറേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 6 ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 7 എന്ന് ടൈപ്പ് ചെയ്യാം. ഏഴാമത്തത്, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഏഴാമത്തത് ഏറ്റവും നല്ല പ്രവർത്തനമാണ് ദീൻ പഠിക്കുക എന്നത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, അൽ ഇൽമു ഇബാദ. ഇൽമ തേടുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്, അത് ആരാധനയാണ്. അൽ ഇൽമു ഇബാദ. നമ്മൾ നിസ്കരിക്കുന്നത് ആരാധനയല്ലേ? നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഇബാദത്തല്ലേ? നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് ഇബാദത്തല്ലേ? അതുപോലെ ഇബാദത്താണ് ദീൻ പഠിക്കുക എന്നുള്ളത്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചു, മാ അഫ്ളലു മാ യസ്നഉൽ അബ്ദു, ഒരടിമ ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, ജീവിതം മുഴുവൻ ദീന് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാനായ പണ്ഡിതനാണ് ഇമാം മുദാരിൽ ഹിജറ എന്നറിയപ്പെടുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞു, ത്വലബുൽ ഇൽം, ദീൻ പഠിക്കലാണ്, അറിവ് അന്വേഷിക്കലാണ്. അതാണ് ഒരു അടിമ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഇബാദത്തിലാണ് നമ്മളുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഏറ്റവും നല്ല കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എത്ര വലിയ തൗഫീഖ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. ഒരു പുതിയ വീട്, ഒരുപാട് സൗകര്യങ്ങളുള്ള വീട് ഒരാൾ നമുക്ക് കൊണ്ടുവന്ന് തന്നു. വരുമാനമുള്ളൊരു ജോലി നമുക്ക് കിട്ടി. ഒരു സന്താനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചു. എത്ര സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. എന്നാൽ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നന്മയാണെങ്കിലോ ആ നന്മ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആ ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ എത്തണം. ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനൊക്കെ ഉള്ള തൗഫീക്ക് കിട്ടുമ്പോൾ അതിന് വരുമാനമുള്ള ജോലി ലഭിക്കുന്നതിനേക്കാൾ മനസ്സറിഞ്ഞ് നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. കാരണം അതിൻ്റെ വില നമ്മൾ കണ്ണടച്ച് മരണപ്പെടുന്നത് മുതൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടു തുടങ്ങും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹം തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അതാണ് ഏഴാമത്തത്. എട്ടാമത്തത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണിത്. പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. നമ്മൾ പഠിക്കുന്നത് എന്താ? എൻ്റെ ഉപ്പ തന്ന സ്ഥലമാണത് അല്ലേ? നമ്മൾ പറയും
ഇതെൻ്റെ ഉപ്പ ഉപയോഗിച്ചിരുന്നതാണ്, എൻ്റെ ഉപ്പ എനിക്ക് സമ്മാനിച്ചതാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സമ്മാനിച്ചത് എന്താ? എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിൽ തന്നിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. പ്രവാചകന്മാർ നമുക്ക് മുന്നിൽ വിട്ടേച്ചു പോയതെന്താ? ദീനിയായ അറിവാണ് അവരുടെ അനന്തര സ്വത്ത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയ മഹാനായ സഹാബി വര്യൻ. ചിലപ്പോഴൊക്കെ ഭക്ഷണം കിട്ടാതെ വിശന്ന് തല കറങ്ങി വീഴുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. പക്ഷെ ആ വിശപ്പിലും ആ പട്ടിണിയിലും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്താ റസൂലുള്ളാഹി പറയണത്? എന്താ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അതിങ്ങനെ കേട്ടിട്ട് അത് ലോകത്തോട് വിളിച്ചു പറയുക, എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് എത്ര ഹദീസാ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ച മഹാനായ സഹാബി വര്യൻ. ആ സഹാബി ഒരു ദിവസം അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരും കച്ചവടത്തിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, അല്ല, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്തത മദീനത്തെ പള്ളിയിൽ വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ്, വീതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾ എന്താ അവിടെ പോയിട്ട് നിങ്ങളുടെ ഓഹരി നിങ്ങൾ എടുക്കാത്ത? റസൂലുള്ളാന്റെ അനന്തര സ്വത്തോ, റസൂലുള്ളാനോടുള്ള ഇഷ്ടം, സ്നേഹം, ഇത് കേട്ടപാടെ കച്ചവടം നിർത്തി മദീനത്തെ പള്ളിയിലേക്ക് സഹാബത്തോടാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, അവരെ തിരിച്ചു വന്നു. അവരെ കാത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എടുത്തില്ലേ? അവര് പറഞ്ഞു, അബൂ ഹുറൈറ, ഞങ്ങൾ അവിടെ ഒന്നും കണ്ടില്ലല്ലോ, അങ്ങനെ വീതം വെക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എന്താ താങ്കൾ പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, അല്ല, നിങ്ങളൊന്നും കണ്ടില്ലേ? മദീനത്തെ പള്ളിയിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിൽ നിങ്ങൾ ഒന്നും കണ്ടില്ല? അവര് പറഞ്ഞു, ഞങ്ങൾ കുറച്ചാളുകൾ നിസ്കരിക്കുന്നത് കണ്ടു, കുറച്ചാളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കണ്ടു, കുറച്ചാളുകൾ കൂടിയിരുന്ന് അള്ളാന്റെ ദീൻ പഠിക്കുന്നത് കണ്ടു, കുറച്ചാളുകൾ ദിക്ർ ചൊല്ലുന്നത് കണ്ടു, അത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്മാരുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ദീനിയായ അറിവാണ്, നിങ്ങൾ കണ്ടതാണ്. വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, ഇൽമുള്ളവർ, പണ്ഡിതന്മാർ, അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ വാരിസീങ്ങളാണ്, അനന്തര സ്വത്തെടുത്ത ആളുകളാണ്, അനന്തരാവകാശികളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പറയണം, വഇന്നൽ അംബിയാ ലം യുവരിസൂ ദീനാറൻ വലാ ദിർഹമ, ദീനാറുകളും ദിർഹമും ക്യാഷ് ഒന്നും അല്ല പ്രവാചകന്മാര് അനന്തരമായി വിട്ടുപോകുന്നത്. വറസൂ അൽ ഇൽം, അവർ ഇൽമാണ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൽമാണ്. ഇൽമാണ് യഥാർത്ഥത്തിൽ അവര് വിട്ടേച്ചു പോകുന്നത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, ആരെങ്കിലും അത് സ്വീകരിക്കുന്നുവെങ്കിൽ, ആ ഇൽമിനെ സ്വീകരിക്കുന്നുവെങ്കിൽ അവന് നല്ലൊരു ഓഹരിയാണ് കിട്ടിയിട്ടുള്ളത്, അവൻ അത്രയും വലിയ സൗഭാഗ്യം സിദ്ധിച്ചവനാണ്. ഇതാരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അപ്പൊ എവിടെ കിട്ടിയാലും നമ്മൾ എടുക്കേണ്ടതാണ് ദീനിയായ അറിവ്. കൃത്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയുള്ള സ്രോതസ്സുകളിൽ നിന്ന്, എവിടുന്നെങ്കിലും അല്ല.
ദീൻ ശരിയായി പഠിപ്പിക്കപ്പെടുന്ന സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനന്തര സ്വത്താണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 8 ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ 9 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, 9ാമത്തത് അള്ളാന്റെ കാരുണ്യം ഇറങ്ങും. ജീവിതത്തിൽ സംഭവിച്ച നമ്മുടെ പാപങ്ങൾ അള്ളാഹ് പുറത്തു തരും. നമ്മൾ ദീൻ പഠിക്കുന്നവരാണെങ്കിൽ, ദീനി സദസ്സിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മജ്തമഅ ഖൗമൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അള്ളാന്റെ വീട്ടിൽ അഥവാ പള്ളിയിൽ ഒരു ജനവിഭാഗം ഒരുമിച്ച് കൂട്ടുകയാണ് എങ്കിൽ യത്ലൂന കിതാബല്ലാ, എന്താ അവർ ചെയ്യുന്നത്? ഖുർആൻ പാരായണം ചെയ്യണം. വയതദാറസൂനഹു, അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്ക് ശാന്തി ഇങ്ങനെ ഇറങ്ങും, സമാധാനം ഇറങ്ങും. ജീവിതത്തിൽ സമാധാനമല്ലേ? എന്താ ചെയ്യേണ്ടത്? ദീൻ പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. പള്ളിയിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിലാണെങ്കിലും ആ ശാന്തി സമാധാനമൊക്കെ ഇറങ്ങും. നമ്മുടെ ചർച്ചാ വിഷയം വെറും ഭൗതികമായ കാര്യങ്ങൾ മാത്രം. അങ്ങനെ ആകരുത്. ദീനിയായ ചർച്ചകൾ, മക്കളെയൊക്കെ ദീനിന്റെ വിഷയത്തിൽ ആക്ഷേപിക്കുകയും അത് ചെയ്യേ ഇത് ചെയ്യേ എന്ന് പറയുന്നതിനപ്പുറം അതൊക്കെ തുറന്ന ചർച്ചയാകണം. നമ്മൾ വായിച്ചത്, നമ്മൾ ക്ലാസ്സിൽ കേട്ട പോയിന്റുകൾ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം. ഒന്ന്, സമാധാനം ഇറങ്ങും, ശാന്തത ഇറങ്ങും. 2ാമത്തത് വഗശിയതുഹുമുർ റഹ്മ, റഹ്മത്ത് ഇറങ്ങും. വോയിസ് ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ടല്ലോ റസിയ മാം. ക്ലിയർ ആണ്? ഓക്കെ, റസിയ മാം ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് അടിച്ച് ഒന്നും കൂടി റീജോയിൻ ചെയ്യും. റഹ്മത്ത് അവരെ മൂടും. പടച്ചവന്റെ കാരുണ്യം കിട്ടണം എന്നല്ലേ? കാരുണ്യം അവരെ മൂടും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാന്റെ അടുക്കലുള്ളവരോട് നമ്മളെ കുറിച്ച് പറയും. സുബ്ഹാനല്ലാഹ്. എന്താ അതിനപ്പുറം വേണ്ടത്? എങ്ങനെ ഭൂമി ലോകത്ത് നമ്മൾ ആദരിക്കുന്ന നാട്ടിലെ വലിയൊരു പ്രമാണി അല്ലെങ്കിൽ ഒരു മന്ത്രി, അയാള് നമ്മളെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകും. ആൾക്കാർ അങ്ങനെയുള്ള ആളെ കിട്ടുമ്പോൾ ഒന്ന് വേഗം സെൽഫി എടുക്കും. നമ്മളറിയാം, നമ്മളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാം, അയാൾ ഉഷാറാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്ന് അയാളുടെ സദസ്സിൽ വെച്ച് പറയാന്ന് പറയുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാകും. എന്നാൽ ഇതൊരു മന്ത്രിയല്ല, ഇത് ലോകങ്ങളുടെ രാജാവാണ്, മാലിക്കാണ്. സൃഷ്ടാവായ റബ്ബിന്റെ അരികിലുള്ള മലക്കുകളോട് നമ്മളെക്കുറിച്ച് പറയും. ദീൻ പഠിക്കുന്നവരെ കുറിച്ച്, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ കുറിച്ച്. ഇത് ഒരു ഹദീസിൽ വന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ലില്ലാഹി മലായിക, അള്ളാഹ്ക്ക് ചില മലക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. വളരെ ചിന്തിപ്പിക്കുന്ന ഹദീസാണ്. ആ മലക്കുകൾ എന്താ ചെയ്യാറിയോ? ആ മലക്കുകളുടെ ഡ്യൂട്ടി, ഓരോ മലക്കിനും ഓരോ ഡ്യൂട്ടി പടച്ചവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മലക്കുകളുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ, യൽതമിസൂന അഹ്ലദ് ദിക്ർ, അള്ളാനെ ഓർക്കുന്ന, ദീൻ പഠിക്കുന്ന ആളുകളുണ്ടോന്ന് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കും. അങ്ങനെ അന്വേഷിച്ച് അവർ പോകുമ്പോൾ, അങ്ങനെ അവർ കണ്ടാൽ ഫഇദാ വജദു നസലു, അങ്ങനെ ഒരു സദസ്സ് കണ്ടാൽ അവരവിടെ ഇറങ്ങും. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കൂടെ അള്ളാന്റെ മലക്കുകളുണ്ട്, നമ്മൾ ഒറ്റക്കല്ല. എന്നിട്ട് ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ്, ദീനിന്റെ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ മലക്കുകൾ തിരിച്ചു പോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. അവർ തിരിച്ച് റബ്ബിൻ്റെ അടുക്കിലേക്ക് പോകും. അള്ളാഹും അവരും തമ്മിൽ നടക്കുന്ന സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങൾ എന്താണ് അവർ ചോദിക്കുന്നത്?
അള്ളാഹുവേ നിന്റെ സ്വർഗാണ്. അവർ സ്വർഗത്തെ കണ്ടിട്ടുണ്ടല്ലോ? ഇല്ല, സ്വർഗത്തെ കണ്ടിട്ടില്ല. അവർ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാളേറെ അവർ ചോദിക്കുമായിരുന്നു. എന്താണ് അവർ പേടിക്കുന്നത്, ശരണം ചോദിക്കുന്നത്? അള്ളാഹുവേ നിന്റെ ശിക്ഷയാണ്, നരകത്തെയാണ്. അവർ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ നരകത്തെ കണ്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാളേറെ അവർ നരകത്തിൽ നിന്ന് മോചനം ചൂടുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞ അവസാനം അല്ലാഹ് പറയണ വാചകം, പ്രിയപ്പെട്ടവരെ, ദീൻ പഠിക്കാനുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് ആവേശം ഉണ്ടാക്കണ വാചകമാണ്. ഇന്നി ഉഷീത്തുക്കും, മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷികളാക്കുകയാണ്. അന്നീ ഖദ് ഗഫർതു ലഹും, ആ സദസ്സിൽ പങ്കെടുത്ത ആളുകളിലെ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനുള്ള നന്മയുടെ സദസ്സുകളിലാണ് യഥാർത്ഥത്തിൽ ദീൻ പഠിക്കുന്നവരുള്ളത്. അല്ലാഹു ഈ സദസ്സുകളിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സമാധാനത്തെയും കാരുണ്യത്തെയും ഇറക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതാണ് 9. 9 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 10 എന്ന് ടൈപ്പ് ചെയ്യാം. പത്താമത്തത് മരണം മുറിക്കാത്ത കർമ്മമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗം എന്ത് ചെയ്താൽ മതി, പിന്നെ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് നമ്മൾ അയക്കും, നമ്മുടെ ഗ്രൂപ്പിൽ അയക്കും, നമ്മൾ ഒന്നുകൂടി കേൾക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതിനർത്ഥം നമ്മൾ ലൈവ് മിസ്സാക്കണം എന്നല്ല, ലൈവിൽ തന്നെയാണ് നമ്മൾ കയറേണ്ടത്. ഈ ഒരു ഊർജ്ജവും ഈ ഒരു സദസ്സിൻ്റെ പുണ്യമൊക്കെ നമ്മൾ ലൈവ് ക്ലാസ് ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പത്താമത്തത് മരണം മുറിക്കാത്ത കർമ്മമാണ് ശരിക്ക് ഉപകാരപ്രദമായ അറിവ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ കർമ്മം മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ. നമ്മൾ ശരിക്ക് ആലോചിക്കേണ്ട, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ശരിക്ക് കൊണ്ടുവരേണ്ട ഒരു ഹദീസാണിത്. എങ്ങനെ? നമ്മൾ ഇന്ന് മരിച്ചു എന്ന് വിചാരിക്കുക. ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഖബറിലേക്ക് വരാനുള്ള എന്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഞങ്ങൾ ബാങ്ക് കേൾക്കുന്ന ആളുകൾ ബാങ്ക് എന്ത് ചെയ്യുക, ബാങ്കിന് മറുപടി കൊടുക്കുക. ഓക്കെ, ഓരോ ഭാഗത്ത് ഓരോ രീതിയിലായിരിക്കും, പിന്നെ ഓരോ സമയത്ത് അങ്ങനെ കൊടുക്കണ്ട വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ അതിന് ജവാബ് കൊടുക്കാം. ഓക്കെ, ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ എൻ്റെ ഖബറിലേക്ക് പിന്നെ എനിക്ക് കൂലി വരുമോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവരായി മാറും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ 3 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, സ്വതക്ക ജാരിയാണ്, ജാരിയായ നിലനിൽക്കുന്ന സ്വതക്ക. രണ്ടാമത്തത് ഇൽമി യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. അതാണ് നമ്മുടെ വിഷയം. നമ്മൾ പഠിക്കുന്ന അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും? നമ്മൾ മരണപ്പെട്ടാലും അവർ ആ അറിവ് ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ദർസിൻ്റെ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പറഞ്ഞു, അതൊക്കെ അതിൻ്റെ പാർട്ടാണ്. നമുക്ക് ഒരുപാട് ആളുകളെ നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി നിസ്കരിക്കുന്ന, നമുക്ക് വേണ്ടി സകാത്ത് കൊടുക്കുന്ന, നമുക്ക് വേണ്ടി നോമ്പെടുക്കുന്ന, ഒരു നമുക്ക് വേണ്ടിയിട്ടല്ല ചെയ്യണത്, അവർക്ക് വേണ്ടി ചെയ്യണം. പക്ഷേ
അവരെ അങ്ങനെയാക്കിയത്, അവരെ അങ്ങനെ നന്മയുടെ ജീവിതം തുടങ്ങാൻ കാരണമായത് ഞാൻ വിളിച്ചപ്പോൾ ഒരാൾ വന്നതാണ്. എനിക്കറിയാം, എൻ്റെ നാട്ടിലുള്ള ഒരു സഹോദരൻ, സുഹൃത്ത്, ദീനിയായിട്ടൊന്നും കുറേ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിലുള്ള ഒരു ഗുണം നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു ഗുണം. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് തൗഫീക്ക് കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അദ്ദേഹം ചെയ്യണ സംഗതി എന്താ വെച്ചാൽ, നാട്ടിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ്സിലേക്ക്, അതുപോലെ തന്നെ പ്രഭാഷണ വേദികളിലേക്ക് ആരെയെങ്കിലും ഒരാളെ കൊണ്ടുവരും. അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ്. കാരണം അദ്ദേഹത്തിന് ദീൻ പഠിച്ചപ്പോൾ കിട്ടിയ ഒരു സന്തോഷം, സമാധാനം, പടച്ചോനെ ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണല്ലോ, ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണല്ലോ, ഇത് അറിയാതെ നമ്മളൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണല്ലോ പലപ്പോഴും നടക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്ന് ഓരോ ആളുകളെ ഓരോ ക്ലാസ്സിന് വരുമ്പോഴും എല്ലാവരോടും, കുടുംബത്തിലുള്ളവരോട്, പരിചയത്തിലുള്ളവരോട്, അയൽപക്കക്കാരോട് ഒക്കെ പറയണം. അത് ഓഫ്ലൈൻ ക്ലാസ്സാണ്, കൊണ്ടുവരണം. പറഞ്ഞ എല്ലാവരും വന്നോളണമെന്നില്ല. ചിലപ്പോൾ ഒരു തവണ അങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പോൾ കളിയാക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ വീണ്ടും പറഞ്ഞു ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ മാറാൻ അദ്ദേഹം കാരണമായി. ബാറക്കല്ലാഹു ഫീ. വന്നു കഴിഞ്ഞ് ഇതിൻ്റെ രുചി അറിയുമ്പോഴാണ് പടച്ചോനെ ഇത്ര കാലം ഞാൻ മിസ്സാക്കിയല്ലോ എന്നുള്ള ചിന്തയിലെത്തുക. അതൊരു തൗഫീഖാണ്. നേരത്തെ ദീൻ പഠിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ മനസ്സിലിടുന്നത് പോലെ ദീൻ പഠിക്കാനുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരാവേശം, അത് വല്ലാത്ത ആവേശം. അതിൽ പലപ്പോഴും ശൈത്താൻ പല ആളുകളെയും പിടിക്കും, പല കാരണം ഇട്ട് കൊടുക്കും. നീ എന്തിനാ ആ നന്മ പറയാൻ പോണത്? നീ എന്തിനാ ഷെയർ ചെയ്യുക? ആൾക്കാരെന്താ വിചാരിക്കുക? നീ വലിയ മുത്തക്കിയാണെന്ന് പറയും, നിന്നെ കളിയാക്കും, അല്ലേ? ഒരുപാട് കാരണങ്ങൾ ശൈത്താൻ, ന്യായങ്ങൾ ഇട്ട് തരും. കാരണം നന്മ പ്രചരിപ്പിക്കുന്നത് ശൈത്താൻ ഇഷ്ടമല്ല. ശരിക്കും മനസ്സിലാക്കിക്കോളും. ഇത് നമ്മളിവിടെ ശരിക്കും നമുക്ക് മരണപ്പെട്ടാലുള്ള ഒരു സമ്പത്തിനെ, ജാരിയായ അമലിനെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ശൈത്താൻ ഇഷ്ടമുണ്ടാവില്ല. കാര്യം മരിക്കുന്നത് വരെ പിടിക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ നോക്കണത്. അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കണം, നമ്മളത് പ്രചരിപ്പിക്കണം. അതെന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രതിഫലം ഇൻഷാ അല്ലാഹ് അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ഗ്രന്ഥം എഴുതുന്നത്. എന്തിനാ? ജീവിതം മുഴുവൻ ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനൊക്കെ സമയം ചെലവഴിക്കണം. എന്തിനാ? ഈ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശത്തിലാണ്. നമ്മുടെ ഈ ഒരു ദർസ് തന്നെ ആ ഒരു ഉദ്ദേശത്തിലാണ്. ഒരുപാട് ആളുകൾക്ക് ദീനി വെളിച്ചമെത്തണം. കാരണം സമാധാനം എന്ന് പറഞ്ഞാൽ ദീനിലൂടെ തന്നെ കിട്ടുള്ളൂ. ശരിക്കുള്ള വിശ്വാസം വരെ നമുക്ക് പലപ്പോഴും നമ്മളിൽ എത്തിയിട്ടില്ല. സത്യമാണത്. ശരിക്കുള്ള യഥാർത്ഥ വിശ്വാസം വരെ നമ്മളൊക്കെ പറയും നമ്മൾ വിശ്വാസികളാണ്. പക്ഷേ ദീനിൻ്റെ പല കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ യഖീനിലേക്ക് നമ്മൾ എത്തിയിട്ട്, യഖീനിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പല ഇബാദത്തുകളും, പല പ്രാർത്ഥനകളും, പല ദിക്റുകളും, അത് റിസൾട്ട് ഇങ്ങനെ നമ്മളെ കൺമുന്നിൽ നമ്മൾ കാണും. യഖീനിലെത്താൻ പഠിച്ചോ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇത് കേവലം ഇങ്ങനെ പഠിച്ചു പോകുന്ന, ഹദീസ് കാട്ടി നമ്മൾ പഠിച്ചു പോകുന്ന സംഗതിയല്ല. ഇത് ആത്മവിചാരണയുടെ വേളകളായി മാറണം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതാണ് 10ാമത്തത്. മഹാനായ ഇമാം ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, മൻ അഹബ്ബഹു അല്ലാ യൻഖതി അമലുഹു ബഅദ മൗതിഹി ഫൽയൻശുർ അൽ ഇൽം. ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണ്, എന്താ ഇഷ്ടപ്പെടുന്നത്? ഞാൻ മരിച്ചാലും എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകാൻ പറ്റൂല എന്നാരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ട പണി എന്താ? ഫലിയൻസുർ അൽ ഇൽം. അവൻ ഇൽമ് പ്രചരിപ്പിച്ചു കൊള്ളട്ടെ, അറിവ് പ്രചരിപ്പിച്ചു കൊള്ളട്ടെ. അറിവിൻ്റെ
വിദ്യാർത്ഥികൾ, പഠിതാക്കളും പ്രചാരകന്മാരും ആയിട്ട് നമ്മൾ മാറാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എനിക്കൊക്കെ പഠിക്കാൻ പറ്റുമോ? എൻ്റെയൊക്കെ പ്രായം ഏതാണ്? എനിക്കൊന്നും ശരിക്കും മനസ്സിലാകണില്ല, എനിക്കൊന്നും എഴുതാൻ കഴിയണില്ല. ഇതൊക്കെ ശൈത്താൻ്റെ ന്യായങ്ങളാണ്. നമുക്ക് ഒരു കാരണവും പറയാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലാണ്, നമ്മൾ എവിടെയും പോകണ്ട. മൊബൈൽ ഫോണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ നിഅമത്ത്. ആ നിഅമത്ത് വെച്ചിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അറിവിൻ്റെ 6 ഘട്ടങ്ങൾ അതുകൂടി പറയട്ടെ. അറിവിൻ്റെ 6 ഘട്ടങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അറിവിന് 6 ഘട്ടങ്ങളുണ്ട്. ഈ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്കും അറിവ് നമുക്ക് 100ൽ 100ആയിട്ട് ഉപകാരപ്പെടുക. 6 കാര്യങ്ങൾ അറിയേണ്ട ആളുകൾ 6 എന്ന് ടൈപ്പ് ചെയ്യാം. 6. ഒന്നാമത്തത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, അവ്വലുൽ ഇൽമി അന്നിയ്യ. അറിവിൻ്റെ ആ ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നിയ്യ, അത് നീയത്താണ്. നമ്മുടെ നീയത്ത് ശരിയാക്കുക. ഇഖ്ലാസ്, ആ ഒരു ആത്മാർത്ഥത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ദീൻ പഠിക്കുന്നത്. അതാകണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാമത്തെ സംഗതി, വേറെ ഒരു ഉദ്ദേശമില്ല. രണ്ടാമത്തത് സുമ്മ അൽ ഇസ്തിമാ. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. വെറും കേൾവിയല്ല, ശ്രദ്ധിച്ച് കേൾക്കുക. ദീൻ പഠിക്കുന്ന സദസ്സുകളിൽ വന്നിരിക്കുമ്പോൾ എങ്ങനെ ദീൻ പഠനം നമുക്ക് ഉപകാരപ്പെടുക? നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ക്ലാസ്സിന് ഇരിക്കുന്ന സമയത്ത് വേറെ ഒന്നിൽ എൻഗേജ് ആകാതിരിക്കുക. പൂർണ്ണമായി ശ്രദ്ധ ഇവിടെ. നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി വെക്കുക. നോട്ട്ബുക്ക്, പേനെടുത്ത് ഇനി റൂമിലെ മക്കളോടും കുടുംബത്തോടൊക്കെ ഒന്നുകിൽ ഒന്നിച്ച് അവരെയും കൂടി കൂട്ടിയിരുത്തുക. അതല്ല, അത് പ്രയാസമാകുന്നെങ്കിൽ നമ്മൾ മാറിക്കൊമ്മിച്ചിട്ട് ക്ലാസ്സിലിരിക്കാൻ പോവാണ്. ക്ലാസ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഉണ്ട്, അതുവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ധാരണയാക്കുക. ഇസ്തിമാ, ശ്രദ്ധിച്ച് കേൾക്കുക. എൻഗേജ് ആക്കുന്ന ഒന്നിലും നമ്മൾ ഉണ്ടാകാതിരിക്കുക. മൂന്നാമത്തെ ഘട്ടം സുമ്മൽ ഫഹം, മനസ്സിലാക്കുക. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് എന്താണ് വിഷയം ശരിക്കും മനസ്സിലാക്കുക. മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീഡിയോ ക്ലാസ് കേൾക്കുക. കാരണം എത്രത്തോളം ആവർത്തിച്ച് കേൾക്കുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും. നാലാമത്തെ ഘട്ടം അൽ അമൽ. ഇത് നോട്ട്ബുക്കിൽ പകർത്തിയാൽ പോരാ, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, അമലാക്കണം. അതാണ് നാലാമത്തെ ഘട്ടം, അമലാക്കണം. ഏത് അറിവാണ് നമുക്ക് ഉപകാരപ്പെടുക? നമ്മുടെ ജീവിതത്തിൽ അമലാക്കിയത് മാത്രം. അല്ലാത്തതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് ഇത് കുറേ നോട്ട്ബുക്കിൽ എഴുതി ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇതിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇന്ന് ഈ ക്ലാസ്സിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്, ഞാൻ എന്താണ് പകർത്തിയത്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പകർത്താൻ പറ്റുക, അതും കൂടി നമ്മൾ എഴുതി വെച്ച് പോകണം. മനസ്സിലായി? ഇന്ന് മഹത്വങ്ങളാണ് പറയണത്. അപ്പം ആ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദീൻ ശരിക്ക് പഠിക്കുക. ശരിക്ക് പഠിക്കാനുള്ള ഒരാവേശം ഈ മഹത്വങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളത് ഇടയ്ക്കെടുത്ത് വായിക്കുക, ചിന്തിക്കുക, ദീൻ പഠിക്കുക. അതാണ് ഇതിൻ്റെ റിസൾട്ടായി വരേണ്ടത്, ഇതിൻ്റെ അമലായി വരേണ്ടത്. അഞ്ചാമത്തെ ഘട്ടം സുമ്മൽ ഹിഫ്ള്, നമ്മൾ മനഃപ്പാടമാക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനഃപ്പാടമാക്കാൻ പറ്റുന്ന ചില പ്രാർത്ഥനകൾ പറയും, ചില ആയത്തുകൾ പറയും, ചില ഹദീത്തുകൾ പറയും, അതുപോലെ തന്നെ ഇതിൻ്റെ ചില പോയിന്റ്സ് പറയും. ഇപ്പോൾ ഇതിൽ 6 കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ 6 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചിലതൊക്കെ നമ്മൾ
മനഃപ്പാഠമാക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവർത്തിച്ച് നോക്കിയാൽ മതിയാവും. എല്ലാതും മനഃപ്പാടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും, ഇപ്പം 10 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ആ 10 പോയിന്റ്സ് എങ്കിലും അതിൻ്റെ മെയിൻ ഹെഡിങ് എങ്കിലും മലയാളത്തിലുള്ള ഹെഡിങ് എങ്കിലും അതൊക്കെ ഹിഫ്ദിൻ്റെ ഭാഗമാണ്. അപ്പോൾ പതിയെ പതിയെ നമ്മളിതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആയത്തായിരിക്കും, ചിലപ്പോൾ ഹദീസായിരിക്കും, ചിലപ്പോൾ പണ്ഡിതന്മാരുടെ വാചകങ്ങളായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കും. അതിലെ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ തീരുമാനിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയും. ഓർമ്മശക്തി തരേണ്ടവൻ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ പരിശ്രമം നടത്തിയ അള്ളാഹ് അതിനൊക്കെ നമുക്ക് തൗഫീഖ് ഉണ്ടാക്കി തരും ഇൻഷാ അല്ലാഹ്. 6ാമത്തെ ഘട്ടം തുമ്മൻ നശ്ർ, പ്രചരിപ്പിക്കലാണ്. അതായത് നേരത്തെ പറഞ്ഞ് അറിവ് പ്രചരിപ്പിക്കലാണ്. നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുക. അറിയില്ല, ആളുകൾക്ക് അറിയില്ല, ആളുകൾക്ക് ദീൻ അറിയില്ല, ആളുകൾക്ക് മതത്തിന്റെ നിയമങ്ങൾ അറിയില്ല. കുറേ ധാരണകളുമായിട്ടാണ് ഭൂരിഭാഗം ആളുകളും. ആരെയും ആക്ഷേപിക്കല്ല, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വയക്കുസുറുൽ ജഹിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഹില് വ്യാപകമാകുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ആ കാലഘട്ടത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നഗ്നത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീൻ പഠിക്കാനൊന്നും ആളുകൾക്ക് ആവേശമില്ല. അവിടെയൊക്കെ അത് പഠിക്കുന്ന ആളുകൾ നിലക്ക് പകർന്നു. നമ്മൾ പഠിക്കുന്തോറും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തും തോറും, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും തോറും അത് നമ്മുടെ ജീവിതത്തിലും മനസ്സിലും ഹൃദയത്തിലും ഒക്കെ നിലനിൽക്കും. അതിൻ്റെ ഒരു ബർക്കത്തും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സാന്ദർഭികമായി നമ്മുടെ ഒരു വെബിനാറിൻ്റെ അപ്ഡേഷൻ കൂടി ഞാൻ കൂട്ടത്തിൽ പറയാണ്. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അതിന് നമുക്ക് ഓൺലൈൻ തെർബിയ ടീച്ചറാകാനുള്ള ഒരു അവസരം, നമ്മൾ ഗോൾഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഹിമായൽ ടീച്ചറാകാൻ വേണ്ടിയിട്ട് നമുക്ക് ടീച്ചേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരു മദ്രസ ടീച്ചറാകാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന സംഗതിയാണ് ഗോൾഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത മാസം അതിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ആകെ 20 ആളുകൾക്ക് മാത്രമാണ് അതിനുള്ള അവസരമുള്ളൂ. അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ജോയിൻ ചെയ്യാൻ പറ്റും. അതിലും കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു വെബിനാർ ഈ വരുന്ന വ്യാഴാഴ്ച 8:40 ഇന്ത്യൻ സമയം രാത്രി 8:40 നടക്കുന്നുണ്ട്. അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ചിലപ്പോൾ ഒന്ന് നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാകും. എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദർസിൻ്റെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആ ഗ്രൂപ്പിലാണ് അതിൻ്റെ സൂമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ എങ്ങനെ നമുക്ക് തെർബിയ ഹിമായലിൽ നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങലൊക്കെ നമ്മുടെ ജീവിതത്തെ ഒക്കെ മാറ്റിമറിക്കുന്ന 6 മാസത്തെ ഒരു കോഴ്സ്, എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ് അതിലുള്ളത്. നമുക്ക് പഠിപ്പിക്കപ്പെടേണ്ട പാഠങ്ങളും ഒക്കെ പഠിപ്പിച്ചു പോകുന്ന ഒരു സിസ്റ്റമാണ് അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ ഉണ്ടാക്കുക. അപ്പോൾ അറിയില്ല, എനിക്കറിയില്ല എന്നുള്ള ആശങ്കയുള്ള ആളുകളൊക്കെ അതിൽ വന്ന ആളുകൾ അൽഹംദുലില്ലാഹ് അതിൽ പലരും ഇന്ന് ഹിമാലയൻ ടീച്ചേഴ്സാണ്. അപ്പോൾ ഏറ്റവും ജീവിതത്തെ മാറ്റുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മുടെ ഗോൾഡ് കോഴ്സ്. അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ, കണ്ണ് നിറഞ്ഞ സന്തോഷിപ്പിക്കുന്ന ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടുത്ത ബാച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ചയിലെ ആ ഒരു വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ദർസിൻ്റെ, ഞാൻ വീണ്ടും പറയുന്നു, ദർസിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഒരാളെങ്കിൽ ഒരാൾ ഓരോ ക്ലാസ്സിലും കൂടുതലായി പങ്കെടുക്കുന്ന അവസ്ഥ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. നമ്മൾ ദീൻ പഠിക്കണം, ദീൻ ഓരോ പാഠങ്ങളായി നമുക്ക് പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. ഒരുപാട് സന്തോഷവും സമാധാനവും, ഈ പറഞ്ഞ 10 നേട്ടങ്ങളും പറയാത്ത ഒരുപാട് നേട്ടങ്ങളും ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഇതിൻ്റെ ഭാഗമായതിൽ സന്തോഷമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. സന്തോഷത്തോടെ ഈമാനോടുകൂടെ ഈ ലോകത്തോട് വിട പറയാനുള്ള ആ ഒരു തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉറ്റവർ ഉടയവരൊക്കെ ഉണ്ട്. അള്ളാഹു അവരുടെ എല്ലാം മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു
അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ ഉറ്റ ബന്ധുക്കൾ, അവരെല്ലാം ഇസ്ലാമികമായ അവസ്ഥയിലേക്ക്, ഇസ്ലാമികമായ ജീവിതം ആരംഭിക്കുന്ന, അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന, പരലോകത്തും അവരുടെ കൂടെ നമുക്കൊക്കെ ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹത്തായ തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീൻ ആത്മാർത്ഥമായി പഠിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, ദീനിനോടുള്ള ഒരു ഇഷ്ടം, സ്നേഹം മരണം വരെ കാത്തു സൂക്ഷിക്കുന്ന മഹത്തായ തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.